നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളാണ് റൊമാരിയോ. നമുക്കറിയാം, അദ്ദേഹം 1987 മുതൽ 2005 വരെ ബ്രസീലിന്റെ ദേശീയ ടീമിന്റെ ഭാഗമായിരുന്നു. 1994 വേൾഡ് കപ്പ് കിരീടം ബ്രസീൽ സ്വന്തമാക്കുമ്പോൾ അതിന്റെ ഭാഗമാവാൻ റൊമാരിയോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി 50-ൽ പരം ഗോളുകൾ ഈ ഇതിഹാസം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, യൂറോപ്പിലെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. FC ബാഴ്സലോണ, വലൻസിയ, PSV എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2009 ബ്രസീലിയൻ ക്ലബ്ബായ അമേരിക്ക ആർജയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. തുടർന്ന് അവിടെ വെച്ച് അദ്ദേഹം തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. എന്നാൽ 15 വർഷത്തിന് ശേഷം ആ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഇപ്പോൾ റൊമാരിയോ പിൻവലിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞു. അതായത് അമേരിക്ക ആർജ എന്ന ക്ലബിന്റെ പ്രസിഡന്റ് റൊമാരിയോ തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനായ റൊമാരിഞ്ഞോയും അവിടെ തന്നെയാണ് കളിക്കുന്നത്. ഇപ്പോൾ ആ ക്ലബിൽ സ്വയം താരമായിക്കൊണ്ട് റൊമാരിയോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അമേരിക്ക ആർജ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രധാനപ്പെട്ട ലീഗ് മത്സരങ്ങൾ ഒന്നും കളിക്കാൻ സാധ്യതയില്ല. മകനോടൊപ്പം കളിക്കുക, അതുപോലെ തന്നെ താരങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുക, അതിനു വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ പുതിയ ഒരു താരമായിക്കൊണ്ട് മാറിയിരിക്കുന്നത്, അതല്ലെങ്കിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ക്ലബിലെ മിനിമം വേതനം അദ്ദേഹത്തിന് ലഭിക്കും, പക്ഷെ അത് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് റൊമാരിയോ തന്നെ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ തന്റെ മകനോടൊപ്പം ഒരുമിച്ച് കളിക്കുക എന്നുള്ളത് തന്റെ സ്വപ്നമാണെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ള ചില മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നും ഈ ബ്രസീലിയൻ ഇതിഹാസം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ബ്രസീലിലെ സെക്കൻഡ് ഡിവിഷനിലാണ് ഈ ക്ലബ്ബ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 18 ബ്രസീലിൽ സെക്കൻഡ് ഡിവിഷൻ ലീഗ് ആരംഭിക്കുന്നത്. റൊമാരിയോ ഏതെങ്കിലും പ്രസക്തമല്ലാത്ത മത്സരങ്ങളിൽ അല്ലെങ്കിൽ സൗഹൃദ മത്സരങ്ങളിലോ ഒക്കെ കളിച്ചേക്കും, അല്ലെങ്കിൽ അരങ്ങേറ്റം നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.